2025 മലയാള സിനിമയ്ക്ക് 550 കോടിയുടെ നഷ്ടം ഉണ്ടായെന്ന് ഫിലിം ചേംബർ. പുറത്തിറങ്ങിയ 185 സിനിമകളിൽ നിന്നും 150 എണ്ണവും പരാജയമായിരുന്നുവെന്നും ഫിലിം ചേംബർ പുറത്തുവിട്ട കണക്കിൽ പറയുന്നു. 9 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ഗണത്തിലും 16 ചിത്രങ്ങൾ ഹിറ്റ് ഗണത്തിലും ഉൾപ്പെടുന്നു. തിയേറ്ററിൽ റിലീസ് ചെയ്ത് ആവറേജ് കളക്ഷൻ ലഭിക്കുകയും OTT വഴി കൂടി വരുമാനം ലഭിച്ച 10ഓളം ചിത്രങ്ങൾ മുതൽ മുടക്ക് തിരിച്ചു പിടിച്ചതായും കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് അറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കിട്ടാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. 2025 മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ പരീക്ഷണങ്ങളും പ്രതീക്ഷകളുടെയും വർഷമായിരുന്നു. 185ഓളം പുതിയ ചിത്രങ്ങളാണ് ഈ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്തത്. എന്നാൽ ഇതിൽ എത്ര ചിത്രങ്ങൾ ലാഭമുണ്ടാക്കി, എത്ര കോടി രൂപയാണ് ഇൻഡസ്ട്രിക്ക് നഷ്ടം സംഭവിച്ചത്? മലയാള സിനിമയുടെ 2025 ബോക്സ് ഓഫീസിലെ റിപ്പോർട്ട് നമുക്ക് തിരിഞ്ഞു നോക്കാം. 185 സിനിമകൾ കൂടാതെ 8 റിലീസ് ചിത്രങ്ങളും പോയ വർഷത്തിൽ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. പുതിയ ചിത്രങ്ങളുടെ മുതൽ മുടക്ക് 860 കോടി രൂപയോളം വരും. അതിൽ 9 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് എന്ന ഗണത്തിലും 16ഓളം ചിത്രങ്ങൾ ഹിറ്റ് എന്ന ഗണത്തിലും തിയേറ്ററിൽ വരുമാനം ലഭിച്ച കണക്കുകൾ പ്രകാരം വിലയിരുത്താം. കൂടാതെ തിയേറ്റർ റിലീസ് ചെയ്ത് ആവറേജ് കളക്ഷൻ ലഭിക്കുകയും OTT വഴി കൂടി വരുമാനം ലഭിച്ച 10ഓളം ചിത്രങ്ങൾ കൂടി മുടക്കു മുതൽ തിരികെ ലഭിച്ചതായും കണക്കാക്കാം. 150 ചിത്രങ്ങൾ തിയേറ്ററിൽ പരാജയപ്പെട്ടതായി വിലയിരുത്താം. മുടക്കു മുതൽ തിരികെ ലഭിച്ചതും ലാഭം ലഭിച്ചതുമായ ചിത്രങ്ങൾ മലയാള ചലച്ചിത്ര വ്യവസായത്തിന് 530 കോടി രൂപ നഷ്ടം സംഭവിച്ച വർഷമാണ് 2025. 2025 റിലീസ് ചിത്രങ്ങൾ ട്രെൻഡഡ് ആയെങ്കിലും 8 പഴയ മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്ത് 3 ചിത്രങ്ങൾ മാത്രമാണ് ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചത്. 2025 സംബന്ധിച്ച് ഇൻഡസ്ട്രിക്ക് ഹിറ്റുകളായ ഏതാനും ചിത്രങ്ങൾ ഉണ്ടെങ്കിലും നഷ്ടത്തിൻ്റെ കണക്ക് തന്നെയാണ് മലയാള സിനിമ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ബാക്കി പത്രം. വ്യത്യസ്തമായ പ്രമേയങ്ങളാണ് പ്രേക്ഷകർക്ക് സ്വീകാര്യം എന്നത് പല ചിത്രങ്ങളുടെ വിജയം സൂചിപ്പിക്കുന്നുണ്ട്. 2026 സംബന്ധിച്ചോളം ഒരുപിടി മികച്ച ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നതാണ് മലയാള സിനിമയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു.